രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ പുതിയൊരു മാറ്റത്തിനാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാക്ഷ്യം വഹിച്ചത്. 5 പതിറ്റാണ്ടിനപ്പുറം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും CPIM-ന് ഭരണമില്ല എന്ന പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത്. ആയിരത്തി 1977 ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നത്. ഇതോടെ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടുമോ എന്നതടക്കമുള്ള ആശങ്കകളും CPIM-നെ അലട്ടുന്നുണ്ട്. വർഷം 1957. ലോകത്താദ്യമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് അടിത്തറ പാകിയത് ഈ സർക്കാരാണ്. ഭൂപരിഷ്കരണ നിയമത്തിന് വിത്ത് പാകിയതും വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കിയതുമടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങി വിപ്ലവകരമായ പല നയങ്ങളും ആ സർക്കാർ നടപ്പിലാക്കി. എന്നാൽ ആ മന്ത്രിസഭയ്ക്ക് 2 വർഷം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. വിമോചന സമരത്തെ തുടർന്ന് 1959 സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 1964 പിളർപ്പിന് ശേഷം 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിലും ജനജീവിതത്തിലും നിർണായകമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പല പദ്ധതികളും നിയമങ്ങളും ആ സർക്കാരും കൊണ്ടുവന്നു. പിന്നീട് 1969 മുതൽ 77 വരെ C. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും കേരളത്തിൽ അധികാരമേറ്റു. കേരള നിയമസഭാ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയും C. അച്യുതമേനോനാണ്. പിന്നീട് പലതവണ കേരളത്തിൽ ഇടത് സർക്കാരുകൾ അധികാരത്തിൽ വന്നെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ ഇരുന്നത് ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തിയത് പശ്ചിമ ബംഗാളിലാണ്. 1977 ബംഗാളിൽ ഇടത് സർക്കാർ അധികാരത്തിലെത്തുന്നത്. 2011 വരെ നീണ്ട 3 പതിറ്റാണ്ട് ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും നേതൃത്വത്തിൽ ഇടതുപക്ഷം ബംഗാൾ ഭരിച്ചു. 1977 മുതൽ 2000 വരെ നീണ്ട 23 വർഷം ജ്യോതി ബസുവാണ് ബംഗാളിനെ നയിച്ചത്. 2000 ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിന്റെ മുഖ്യനായെത്തിയത്. 11 വർഷം അദ്ദേഹവും മുഖ്യമന്ത്രിയായി. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിയോടെയാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചത്. ത്രിപുരയിലേക്ക് വരുമ്പോൾ 1977 മുതൽ ഇടതിവിടെ അധികാരത്തിലെത്തിയിരുന്നെങ്കിലും 1993 മുതൽ 2018 വരെ തുടർച്ചയായി ത്രിപുരയെ നയിച്ചത് ഇടത് സർക്കാരാണ്. 1998 അധികാരത്തിലെത്തിയ മണിക് സർക്കാരിന്റെ ലളിത ജീവിതം ലോക ശ്രദ്ധ നേടിയെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക മുരടിപ്പും തൊഴിലില്ലായ്മയും BJPക്ക് വഴി തുറന്നു. 2018 തെരഞ്ഞെടുപ്പിലാണ് BJP 25 വർഷം നീണ്ട ഇടത് ഭരണത്തിന് അവസാനമിട്ടത്. 2026 തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ബംഗാളിലും ത്രിപുരയ്ക്കും പുറമെ കേരളത്തിലും ഇടത് ഭരണമില്ലാതായി. ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ താൽക്കാലികമായെങ്കിലും അപ്രത്യക്ഷമാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 35ഉം തമിഴ്നാട്ടിൽ 4ഉം ബംഗാളിൽ 1 സീറ്റുമാണ് ഇടതിന് ലഭിച്ചത്. ഇതോടെ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടുമോ എന്നതടക്കമുള്ള ആശങ്കകളും CPIM-നെ അലട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു പാർട്ടിക്ക് ദേശീയ പദവി നിലനിർത്താൻ 3 വഴികളാണുള്ളത്. ഇതിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി എന്ന കടമ്പ കടന്നാണ് CPIM നിലവിൽ അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ഇടത് ഭരണം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്.